ക്രാഫ്റ്റ് ആൻഡ് ഹാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിൻമില്ലാണ്. അതായത് നമ്മുടെയൊക്കെ കാറ്റാടി ഉത്സവ പറമ്പിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കൈകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലോ? 3 ടൈപ്പ് കാറ്റാടിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിൽ മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ ഓലയൊക്കെ വെച്ചിട്ട് കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ടൈപ്പ് ഞാൻ കാണിക്കാൻ പോകുന്നതിന് 4 സ്ക്വയർ ആയിട്ടുള്ള പേപ്പറുകൾ നമുക്ക് വേണം. അത് നമ്മൾ ഡയഗണൽ ലൈനിൽ കൂടെ മുറിക്കുമ്പോൾ നമുക്ക് 8 ട്രയാങ്കിൾ ഷേപ്പിലുള്ള പേപ്പേഴ്സ് കിട്ടും. ഇതെല്ലാം കൂടി നമ്മൾ ഒരു വട്ടത്തിലുള്ള ഒരു പേപ്പറിൻ്റെ ചുറ്റും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് നോക്കാം. ഇതിൽ ഈ ട്രയാങ്കിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ഒട്ടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓറഞ്ച് കളറും പച്ച കളറിലെ പേപ്പറുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ പച്ചയുടെ മുകളിലേക്ക് നമ്മൾ ഈ ഓറഞ്ച് വെക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ലൈൻ നോക്കിയിട്ട് ആദ്യം വെച്ച പച്ചയുടെ സെൻറ്ററിൽ കൂടെ അത് പോകണം. ഒരു സൈഡ് സെൻറ്ററിൽ കൂടെ പോകണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ ഈ ഓരോ മുകളിൽ കിടക്കുന്ന ഓരോ എഡ്ജസും അടിയിൽ കിടക്കുന്നതൊക്കെ നമ്മൾ വിടുകയാണ്. ആ മുകളിൽ നിൽക്കുന്ന ഓരോ എഡ്ജസും നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. മറ്റേത് നമ്മൾ അടിയിലുള്ളത് നമ്മൾ അപ്പുറത്തേക്ക് വിടുക. അങ്ങനെ എല്ലാം ഒട്ടിച്ച് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചിട്ട് നമ്മുടെ കാറ്റാടി റെഡിയാക്കിയിട്ട് കാണാം. ഇപ്പം നമ്മുടെ കാറ്റാടിയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു കമ്പിലോ എന്തിലേലും ഒന്ന് അറ്റാച്ച് ചെയ്യണം. ഇവിടെ ഞാൻ പേപ്പർ കൊണ്ട് തന്നെയാണ് അതിൻ്റെ സ്റ്റിക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്യൂവറോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ മുട്ടുസൂചിക്ക് പകരം വല്ല കമ്പിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്യുക. പിന്നെ
അതിൻ്റെ ബാക്കിൽ ഞാനൊരു തെർമോക്കോൾ ബോൾ വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്. കാരണം അത് കുട്ടികളൊക്കെ എടുക്കുമ്പോൾ അവരുടെ കയ്യിൽ ഈ മുട്ടുസൂചിയല്ലേ അതിൻ്റെ അറ്റമൊന്നും കൊണ്ട് മുറിയാതെയൊക്കെ നമ്മൾ നോക്കണം. ഇത് നമ്മുടെ രണ്ടാമത്തെ ഒരു കാറ്റാടിയാണ്. ഇത് നമ്മളെപ്പോഴും കാണുന്ന നമ്മുടെ ഉത്സവ പറമ്പുകളിലൊക്കെ കിട്ടുന്ന ടൈപ്പ് കാറ്റാടിയാണ്. ഇത് വളരെ എളുപ്പമാണ്. ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു സിംഗിൾ ഷീറ്റ് പേപ്പറിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ ടോൺ ആയിട്ടുള്ള ഒറിഗാമി പേപ്പറാണ്. നിങ്ങൾക്ക് ഏത് കളർ പേപ്പേഴ്സോ മാഗസിൻ പേപ്പേഴ്സോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒരു 2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് 4 ഡയഗണൽ ലൈനിലും, അതായത് 2 ഡയഗണൽ ലൈനിലും നമ്മൾ എല്ലാ 4 കോർണേഴ്സിൽ നിന്നും സെൻറ്ററിലേക്ക് നമ്മൾ കട്ട് ചെയ്യും. എന്നിട്ട് അതെല്ലാം എടുത്ത് നടുക്കേക്ക് ഒട്ടിച്ച് കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ കാറ്റാടി വിൻമില്ല് റെഡി ആവുന്നത്. നോക്കാം അതെങ്ങനെയാണെന്ന്. ഇത് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് ആണ്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാം. ഇത് നമ്മൾ കുട്ടിക്കാലത്ത് തെങ്ങിൻ്റെ ഓലയൊക്കെ ഉണ്ടല്ലോ, ഓല വെച്ചിട്ട് മിക്കവാറും ഉള്ള എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്കിപ്പോൾ പേപ്പർ വെച്ചിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇത് നല്ല രസമാണ് കുട്ടികൾക്ക് കളിക്കാനും. നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു ഭയങ്കര പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. 3 എണ്ണവും നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. 3 ടൈപ്പും കൂടെ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയി. എന്നാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.